ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി തന്റെ തലമുടി പൂർണ്ണമായും മുറിച്ചുമാറ്റിയ വിവരം പങ്കുവച്ചുകൊണ്ട് രേണുസുതി കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോ പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്നതാണ്. ക്യാൻസർ 3ാം ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കിയതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രേണുവിന്റെ ചികിത്സകൾ മുന്നോട്ടു പോവുകയാണ്. ആദ്യ കീമോതെറാപ്പി കഴിഞ്ഞതോടെ ഉണ്ടായ കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും രേണു ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. കീമോ ചെയ്തതിന് പിന്നാലെ മുടിയെല്ലാം പശ പോലെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയെന്നും കഠിനമായി മുടി കൊഴിയാൻ തുടങ്ങിയെന്നും പുറം ഭാഗത്തെയും തലയിലെയും തൊലി അടർന്നു പോകുന്ന അവസ്ഥയുമുണ്ടായെന്ന് താരം പറയുന്നു. ഇതോടെ മുടി പൂർണ്ണമായി മുറിച്ചു കളഞ്ഞതാണത്രേ. നിലവിൽ തലയുടെ ഒരു ഭാഗം മുഴുവൻ മരവിച്ച അവസ്ഥയിലാണ്. ഇടയ്ക്കിടെ ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും ഉറക്കമില്ലായ്മ കഠിനമായി അലട്ടുന്നുണ്ടെന്നും താരം വീഡിയോയിലൂടെ പറയുന്നു. ഈ വലിയ വേദനകൾക്കിടയിലും ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷ രേണുസുതി പങ്കുവയ്ക്കുന്നു. രോഗം പൂർണ്ണമായി മാറി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയാൽ ഒരു സുവിശേഷകയായി മാറണമെന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും താരം പറയുന്നു. ദൈവം എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ഞാനൊരു സുവിശേഷകയാകും. ഒപ്പം അഭിനയവും ജോലികളും ഒരു വശത്തൂടെ നടക്കും. എങ്കിലും അതിനേക്കാളുമുപരി എൻ്റെ അനുഭവ സാക്ഷ്യം മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്ന സ്റ്റേജുകൾ എനിക്കിപ്പോൾ തന്നെ മനക്കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നടക്കുമോ എന്നറിയില്ല. എങ്കിലും എനിക്ക് വലിയ പ്രത്യാശയുണ്ട്. കാണുന്നവരുടെ പിന്തുണ കൂടെയുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ടു പോകും, രേണു പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രേണുവിന്റെ ചികിത്സ നടക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരിൽ നിന്നും നേഴ്സുമാരിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയും പരിചരണവുമാണ് എനിക്ക് ലഭിക്കുന്നത്. അവരോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഈ കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബം നൽകുന്ന പിന്തുണയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും കൂടെ ഉണ്ടാകണം. ദയവ് ചെയ്ത് തന്നെ ആരും ദ്രോഹിക്കരുതെന്നും വീഡിയോയിലൂടെ രേണുസുതി അപേക്ഷിക്കുന്നുണ്ട്. രേണുവിന് പിന്തുണയും ആശ്വാസവാക്കുകളുമായി നിരവധി പേരാണ് വീഡിയോയിൽ കമന്റ് ചെയ്യുന്നത്. ശാരീരികമായും മാനസികമായും കടുത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഒട്ടും തളരാതെ രേണു സംസാരിക്കുന്നു. ക്യാൻസർ രോഗബാധിതയാണെന്ന് വെളിപ്പെടുത്തിയ ശേഷവും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും രൂക്ഷമായി ആക്രമിക്കപ്പെടുന്ന രേണുവിനെ വെറുതെ വിടാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നടി സീമാജി നായരും രംഗത്തെത്തിയിരുന്നു. രേണുവിനെ വിളിക്കുകയും കാണാൻ പോവുകയും ചെയ്തിരുന്നുവെന്നും അറിയിച്ചെത്തിയ താരം ഇപ്പോഴും അവരെ തെറി വിളിക്കുന്നവരുടെ ഉള്ളിൽ പോലും ചിലപ്പോൾ ഈ രോഗം ഉണ്ടാകാമെന്നും അവസാന നിമിഷമായിരിക്കും അറിയുന്നതെന്നും സീമാജി നായർ കുറിച്ചിരുന്നു.